നമസ്കാരം, ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം. സൺറൈസ് ഹോസ്പിറ്റൽ, കെയർ ബിയോണ്ട് ക്യൂർ. നിങ്ങൾക്കേവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചങ്ങരംകുളം ആൻഡ് എടപ്പാൾ. ദന്തരോഗ ചികിത്സാ രംഗത്ത് പുത്തൻ ചൂടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക്, ചങ്ങരംകുളം. ചങ്ങരംകുളം ടൗണിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് റോഡ് വെട്ടിപ്പൊളിച്ച് മാസങ്ങളായി. റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ചും ചങ്ങരംകുളം ടൗൺ സൗന്ദര്യവൽക്കരണം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടും വ്യാപാരികൾക്കുണ്ടായ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതി ചങ്ങരംകുളം യൂണിറ്റ് ഭാരവാഹികൾ പി നന്ദകുമാർ MLA കണ്ടു. ഉന്നയിച്ച ആവശ്യങ്ങൾക്കുള്ള പരിഹാരം എത്രയും വേഗത്തിൽ ഉണ്ടാകും. ടൗണിലെ റോഡിന്റെ പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കും. ചങ്ങരംകുളം ബ്യൂട്ടിഫിക്കേഷൻ വർക്ക് തുടങ്ങിവെച്ചിട്ടുണ്ട്. വ്യാപാരികൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇത് വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് പി നന്ദകുമാർ MLA ഉറപ്പു നൽകിയതായി വ്യാപാരി നേതാക്കൾ പറഞ്ഞു. ഫൈസൽ, റൌഫ്, ജമാൽ പള്ളിക്കര, അഷ്റഫ്, മാനു ചങ്ങരംകുളം, രതീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് MLA കണ്ടത്. ചങ്ങരകുളത്തെ വ്യാപാരികൾക്ക് ഇപ്പൊ നിലവിലിപ്പോ ചങ്ങരകുളത്തിന്റെ ഒരു ശോചനീയാവസ്ഥ അറിയാലോ. ഇപ്പൊ ബ്യൂട്ടിഫിക്കേഷൻ നമ്മൾ തുടങ്ങി വെക്കുക എന്നുള്ള സമയമായിക്കാണ്. അതുപോലെ തന്നെ ജലനിധിക്ക് വേണ്ടിയിട്ട് പൈപ്പ് ലൈന് വേണ്ടിയിട്ട് കീറിയിട്ട് റോഡുകളെ കുറച്ച് മോശമായ അവസ്ഥയിലാണ്. അപ്പൊ അതിങ്ങനെ നീണ്ടു പോകുന്നുള്ള ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ കച്ചവടക്കാർക്ക് അതിന്റെ പ്രയാസങ്ങളുണ്ട്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കാനുള്ള ഇടപെടലുകൾ നന്ദേട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ ആശങ്ക അകറ്റി തരണം എത്രയും പെട്ടെന്ന് നടത്തുന്നുള്ളത്. അതിനെ കുറിച്ചിട്ടൊന്ന് നന്ദേട്ടന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് തെറ്റായ രൂപത്തിലേക്കുള്ള പ്രചരണമാണ്. ശക്തമായ രൂപത്തിൽ ഇടപെടലുണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ചങ്ങരംകുളം ബ്യൂട്ടിഫിക്കേഷൻ എന്നുള്ള പരിപാടി ഞാൻ ആസൂത്രണം ചെയ്ത പരിപാടിയാണ്. നമുക്കറിയാം, അവിടുന്ന് ഒരു നിവേദനം പോലും വരാത്ത സമയത്താണ് ഒരാളുടെയും, അതായത് രാഷ്ട്രീയമായിട്ടോ അതല്ലെങ്കിൽ മറ്റു രൂപത്തിലേക്കോ നിവേദനം വരാത്ത സമയത്ത് പോലുമാണ് ഇങ്ങനെ ആശയം വെച്ചുകൊണ്ട് ചങ്ങരംകുളം ബ്യൂട്ടിഫിക്കേഷൻ്റെ പരിപാടി നമ്മൾ ഇട്ടത്. അതിനു വേണ്ടി വലിയ രൂപത്തിലേക്കുള്ള ഫണ്ടും നമ്മൾ അനുവദിക്കുകയുണ്ടായി. നല്ല രൂപത്തിലേക്കുള്ള ഫണ്ടും അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടിയൊക്കെ പൂർത്തീകരിക്കുകയാണ്. അത് പൂർത്തീകരിച്ച് വന്ന് പിന്നെ അതിൽ പ്രവർത്തിക്ക് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ജലജീവ മിഷൻ്റെ പദ്ധതികൾ നമ്മുടെ മണ്ഡലത്തിനകത്ത് വ്യാപകമായിട്ടുള്ള രൂപത്തിലേക്ക് വന്നത്. അതിപ്പോൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗത്തും. നമുക്ക് പൊന്നാനിയില്ല സമയബന്ധിതമായി അവർക്കും പൂർത്തീകരിക്കണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ചങ്ങരംകുളത്തും പിന്നെ ആ അങ്ങാടിയിലും ആ വെട്ടിപ്പൊളിക്കലും ഉണ്ടായിട്ടുള്ളത്. റോഡുകളൊക്കെ വെട്ടിപ്പൊളിച്ചുകൊണ്ടുള്ളത് അത് ഈ മാസം തന്നെ പൂർത്തീകരിക്കും. യാതൊരു സംശയവുമില്ല. ഞങ്ങൾക്ക് ഈ മാസം പോകുന്ന ഞാൻ പരമാവധി പറഞ്ഞോളൂ. ഈ മാസം ഉണ്ടാവില്ല. ഈ ആഴ്ച തന്നെ പൂർത്തീകരിക്കുന്ന രൂപത്തിലേക്കാണ് നമുക്കിപ്പോൾ എടുത്തിട്ടുള്ളത്. 2 ദിവസം കൂടെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. പ്രവർത്തനം ആവശ്യപ്പെടാനുള്ളത് അവിടുത്തെ കച്ചവടക്കാരായിട്ടുള്ള മുഴുവൻ ആൾക്കാരുടെയും, സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ആൾക്കാരുടെയും, നടന്നു പോകുന്ന ആൾക്കാരുടെയും. പിന്നെ ഞാൻ ചങ്ങരംകുളത്തുകാരനാണല്ലോ. ഞാനവിടെ സ്ഥിരം ഇപ്പോൾ തിരക്ക് കൊണ്ട് ചിലപ്പോൾ അധികം വാഹനത്ത് പോകുന്നു മാത്രമല്ല, മറ്റൊന്ന് സ്ഥിരം നടന്നു പോകുന്ന വഴി എൻ്റെ വഴിയല്ലത്. എനിക്ക് ചങ്ങരംകുളത്തെ പറ്റി നല്ല അറിയാമല്ലോ. ഇതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അറിയുന്ന ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് തന്നെ ചങ്ങരംകുളത്തിൻ്റെ വേറൊരു സംഘടന ചങ്ങരംകുളത്തിൽ വരുന്ന 23-ാം തീയതി കടയടച്ച് ഒരു സമരത്തിന് പഞ്ചായത്തിലേക്കാണ് അവർ മാർച്ച് നടത്തുന്നത്. കടയടച്ചിട്ടുണ്ട്. അപ്പം ജനങ്ങളെ തികച്ചും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് അവർ ചെയ്യണത്. തികച്ചും ഇപ്പോൾ MLA പറഞ്ഞ പോലെ പഞ്ചായത്തിൻ്റെ ഒരു വർക്കല്ലാത്ത ആവശ്യത്തിന് പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുന്ന വൈരുദ്ധ്യമായ ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. അതിനൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ആഴ്ച തന്നെ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ പ്രവൃത്തിയൊക്കെ നടക്കുന്ന രൂപത്തിലേക്കാണ്. പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഇതൊക്കെ നടത്തുന്നതെന്ന് ആർക്കും ബോധ്യപ്പെടുത്താനുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്തിക്കോട്ടെ. എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ ഇതിനെ സംബന്ധിച്ചിടത്തോളം. അതിനപ്പുറത്തേക്ക് എനിക്കില്ല. പക്ഷേ വസ്തുത ഇതാണ്. ആ യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ തുറന്നു പറയുകയാണ്. ഞാൻ ഇവിടുത്തെ ആൾക്കാരോട് ഞാൻ ഇപ്പോൾ മിഞ്ഞാന്ന് അതിൽ കൂടെ കുറച്ച് നടന്നുപോയി. കാരണം സംബന്ധിച്ച് ഞാൻ പാർട്ടി ഓഫീസിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ഇതിലേ കുറച്ച് നടന്നപ്പോൾ ഒക്കെ അവിടുത്തെ ആൾക്കാരൊക്കെ നമ്മളോട് സംസാരിച്ചപ്പോൾ എപ്പോഴാണ് ബ്യൂട്ടിഫിക്കേഷൻ, ഇതല്ല ബ്യൂട്ടിഫിക്കേഷൻ്റെ പരിപാടി എപ്പോഴാണ് തുടങ്ങുകയെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരോടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു നമുക്കുള്ളത്. അപ്പോൾ ഇത് നമ്മൾ സമയബന്ധിയായി പൂർത്തീകരിക്കും. എടുത്ത് കൃത്യമായി നടത്തും. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു എമൗണ്ട് ഇവിടെ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി മാറ്റിവെച്ചത്. യാതൊരു സംശയവുമില്ല. സമയബന്ധിയായി നടത്തുന്നുണ്ട്.